ദേശപ്പോര് ഇന്ന് എത്തി നിൽക്കുന്നത് കുഴൂർ പഞ്ചായത്തിലാണ്. എറണാകുളം ജില്ലയെ അതിരിടുന്ന കുഴൂർ ഗ്രാമപഞ്ചായത്തിന് ഒരുപാട് സവിശേഷതകളുണ്ട്. വാദ്യപ്പെരുമയാൽ പ്രസിദ്ധമാണ് കുഴൂർ. പഞ്ചവാദ്യ കുലപതികളായിരുന്ന കുഴൂർ ത്രയം ചരിത്രമാണ്. പത്മഭൂഷൺ കുഴൂർ നാരായണമാരാരുടെ ജന്മസ്ഥലം കൂടിയാണ് ഈ നാട്. അതിരാത്രം നടന്ന കുണ്ടൂർ ഗ്രാമം കുഴൂരിന്റെ പെരുമയാണ്. ചാലക്കുടി പുഴയാണ് അതിരിട്ടൊഴുകുന്നത്. ജലസേചന സൗകര്യം ഏറെയുള്ള കുഴൂർ കാർഷിക സമൃദ്ധമാണ്. കുഴൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം, ഐരാണിക്കുളം മഹാദേവ ക്ഷേത്രം എന്നിവ ഉത്സവ പെരുമയുടെ അടയാളങ്ങളായി നിലകൊള്ളുന്നു. ആയുർവേദ രംഗത്ത് പ്രശസ്തരായ KP പത്രോസ് വൈദ്യൻ കണ്ടംകുളത്തി വൈദ്യശാലയുടെ ആസ്ഥാനവും ഇവിടെയാണ്. പഞ്ചായത്ത് നിലവിൽ വന്ന 1962 മുതൽ ഇതുവരെ കോൺഗ്രസ് മാത്രമാണ് ഭരണത്തിന് നേതൃത്വം നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള 14 വാർഡിൽ കോൺഗ്രസ് 9 സീറ്റ് നേടി. CPM 4 വിജയിച്ചപ്പോൾ CPI 1 സീറ്റ് നേടി. കോൺഗ്രസിലെ സാജൻ കുടിയനാണ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത്. MP, MLA, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ടുകളും പഞ്ചായത്തിന്റെ ഫണ്ടും ഉപയോഗപ്പെടുത്തി ചരിത്രത്തിൽ ഇടം നേടിയ വികസന പ്രവർത്തനം നടന്ന കാലയളവാണ് കടന്നുപോകുന്നതെന്ന് ഭരണ നേതൃത്വം അവകാശപ്പെടുന്നു. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മെയിൻ റോഡുകൾക്കാണ് പ്രാധാന്യം കൊടുത്തത്. താണിശ്ശേരി, ഐരാണിക്കുളം, കല്യാട് റോഡ്, അതുപോലെ തന്നെ കൊച്ചുകടവ്, കുണ്ടൂർ, ആലമറ്റം റോഡ്, ഐരാണിക്കുളം, കുഴൂർ റോഡ് എന്നീ റോഡുകൾക്ക് 13 കോടി രൂപയാണ് നമുക്ക് അനുവദിച്ച് കിട്ടിയത്. അതിൻ്റെ ഒരു റോഡിൻ്റെ പണി പൂർത്തീകരിച്ചു, മറ്റുള്ള പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ നമ്മൾ കോളക്കുളം നവീകരിക്കുകയും അവിടെ ജിമ്മും പാർക്കും പെഡൽ ബോട്ടുകളും നവീകരിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ചേരവത്തൂർ പാർക്ക് നിർമ്മിച്ചു, ജിമ്മ് നിർമ്മിച്ചു, ഐരാണിക്കുളം ജിമ്മും പാർക്കും വെച്ചു. ഒപ്പം തന്നെ ഉൾനാടൻ റോഡുകളിലേക്ക് വാഹന ഗതാഗതത്തിനുമായിട്ട് ഗ്രാമവണ്ടി അറേഞ്ച് ചെയ്തു. അതുപോലെ തന്നെ SC കമ്മ്യൂണിറ്റി ഹാൾ, SC വിഭാഗത്തിന് വേണ്ടിയിട്ട് കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മിക്കുകയും ഒരു റോഡ് നവീകരിക്കുകയും ചെയ്തു. ലിഫ്റ്റിഗേഷൻ പദ്ധതികൾ വ്യാപിപ്പിക്കുകയും കൈമുട്ടി ലിഫ്റ്റിഗേഷൻ നവീകരിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ 169ഓളം ഭവനരഹിതർക്ക് വീട് പണിത് കൊടുക്കാൻ സാധിച്ചു. ഒട്ടനവധി ഈ കാർഷിക രംഗത്തും അതുപോലെ തന്നെ പൊതുക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടാണ് ഈ ഭരണസമിതിയുടെ കാലാവധി പൂർത്തീകരിക്കുന്നത്. കോൺഗ്രസ് മാത്രം ഭരണം നടത്തിയ പഞ്ചായത്ത് വികസനത്തിൽ ഏറെ പിന്നോട്ടു പോയെന്നാണ് പ്രതിപക്ഷ ആരോപണം. നേട്ടമായി ഉന്നയിക്കുന്ന പല പദ്ധതികളും സംസ്ഥാന സർക്കാരിന്റെയാണെന്നാണ് LDF വാദം. കുഴൂരിന് തനതായി ഒരു പദ്ധതിയും ആവിഷ്കരിച്ചിട്ടില്ല. പ്രത്യേകിച്ച് യുവാക്കളെയോ വയോജനങ്ങളെയോ ഒപ്പം ഭിന്നശേഷിക്കാരെയോ ഉൾപ്പെടുത്തിയിട്ടില്ല. കാർഷിക ഗ്രാമപഞ്ചായത്ത് കുഴൂരിൽ തരിശുരഹിതമാക്കുമെന്ന് പറഞ്ഞ് വന്ന ഭരണസമിതി 1 ഏക്കർ പോലും ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഒപ്പം തൊഴിലധിഷ്ഠിത പരിപാടി സംരംഭങ്ങൾ തനതായി കുഴൂർ ഗ്രാമപഞ്ചായത്തിന് നടത്താൻ സാധിച്ചിട്ടില്ല. നിലവിലുള്ള സ്ഥാപനങ്ങളല്ലാതെ പുതിയതായി ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. 2015 ഭരണസമിതിയിൽ BJPക്ക് 2 മെമ്പർമാർ ഉണ്ടായിരുന്നെങ്കിലും 2020 ആ അക്കൗണ്ട് പൂട്ടിപ്പോയി. അതേസമയം BJPക്ക് ശക്തമായ അടിത്തറയുള്ള പഞ്ചായത്താണ് കുഴൂർ. സ്ഥാനാർത്ഥി നിർണയം കുഴൂരിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. സ്ഥാനാർത്ഥികൾക്കനുസരിച്ച് ഇവിടുത്തെ ജനവിധി ഉണ്ടാകും എന്നുള്ളതൊരു സംശയമില്ല.